ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മാട് ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പാലത്തിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ ഗൈസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ നമ്മൾ ബസ് കയറിയപ്പം ബസ്സിൽ നിന്ന് കയറുന്ന വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടില്ല. പിന്നെ ചെമ്മാട്ടാണ് എത്തിയിട്ടുണ്ടത്. കാരണം ബസ്സിൽ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് ബസ് വന്ന് അങ്ങനെ അതിൽ കയറി കേട്ടോ. പിന്നെ ചെമ്മാട്ട് നമ്മൾ 20 രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നല്ല മഴയാണ്. വോയിസ് റെക്കോർഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണുണ്ടാന്ന് അറിയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്നത്തെ ഫുള്ള് ദിവസം നമ്മൾ ഒരുപാട് ഹൈലൈറ്റ് മാളിൽ സ്പെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. കാരണം അവിടെ എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് മാളിൽ എല്ലായിടത്തും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടാമത്തെ തവണയാണ് ഹൈലൈറ്റ് മാളിൽ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പോയപ്പം കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം കുറേ സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫുഡിൻ്റെ ഏരിയ മൊത്തം ഓപ്പണാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് 20 രൂപ കൊടുത്ത് പാലം കഴിഞ്ഞാൽ തന്നെ ഹൈലൈറ്റ് മാളാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മളെടുത്ത് 20 രൂപ എടുത്ത് നമ്മൾ 10 രൂപ എടുത്ത് ബസ് കയറിയാലും നമുക്ക് ലാഭമാണ്. കാരണം 10 രൂപ ഉള്ളൂ ബസ്സിൽ. അവിടെ കയറി ഇറങ്ങി നമുക്ക് വെറുതെ ചുറ്റിക്കിറങ്ങി കാണാനും അതുപോലെ തന്നെ ദൂരെ പോയിട്ട് കാണാൻ ബുദ്ധിമുട്ട് വേണ്ടല്ലോ. 20 രൂപ കൊടുത്തിട്ടുള്ളൂ. ഓട്ടോക്ക് നമ്മൾ 20 രൂപ കൊടുത്തിട്ടാണ് അവിടുന്ന് പോണ ഓട്ടോ. അവിടെ സ്റ്റാൻഡിൽ തന്നെ ഹൈലൈറ്റ് മാളിൽ തന്നെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അതിലേക്ക് വരുന്ന ഓട്ടോ ആയതുകൊണ്ട് നമ്മൾ 20 രൂപ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഹൈലൈറ്റ് മാൾ വരുന്നത് കോഴിക്കോട്ടത്ത്. അതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നെസ്റ്റോൻ്റെത് മാത്രം ഇതിൻ്റെ താഴ്ഭാഗത്തില്ല. മറ്റേത് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ ആയാലും നെസ്റ്റോൻ്റെത് ഉണ്ടാവും. അപ്പോൾ ഇതിലുമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നിൽ പോകുന്നുണ്ട്. ഓനോട് പറയേണ്ട മതി പോരെന്ന് പറഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഒരുപാട് ഏരിയ നമ്മൾ ഫുള്ള് കറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഫുള്ള് പുറത്തുനിന്നുള്ള വ്യൂ. പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് നമ്മൾ ഫുള്ള് കയറിയിട്ട് താഴ്ഭാഗത്ത് കാറുകളൊക്കെ പാർക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന അവിടെയൊക്കെ പോയി ഫസ്റ്റ് അവിടെയൊക്കെ ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഏരിയയൊക്കെ നമുക്കനുസരിച്ച് കണ്ടാൽ നമുക്ക് പോകുമ്പോഴും വണ്ടിയായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞ് നടക്കണ്ടല്ലോ വിചാരിച്ച് നമ്മൾ താഴോട്ട് പോയി കേട്ടോ. താഴോട്ട് പോയി 2 ലിഫ്റ്റ് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സായാലും നല്ല ഓഫറുകളുണ്ട് കേട്ടോ. നമ്മൾ കൂടുതലും മാക്സിൻ്റെ കുട്ടികളുടെ ഡ്രസ്സാണ് യൂസ് ചെയ്യുക. മാക്സിൻ്റെ കമ്പനിയാണ്. അപ്പോൾ അതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങിയാലും കാർ പാർക്കിങ്ങും കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ നെസ്റ്റോ ആയാലും അതുപോലെ തന്നെ കോഴിക്കോട്ടത്തെ ഹൈലൈറ്റ് മാൾ അതൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് അല്ല, ഇവിടെ തുറന്നിട്ട് 13 ദിവസമായിട്ടില്ലല്ലോ. ഇനി വലുതായിട്ട് ഇങ്ങനെ വരുമായിരിക്കും തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ദൂരമൊക്കെ പോയിട്ട് കാണാൻ പറ്റാത്തവർക്കും നമ്മൾ അടുത്ത് തന്നെ ഒരു ഹൈലൈറ്റ് മാൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രസമാണ്. നമുക്ക് സാധനം വാങ്ങാനും ദൂരമൊന്നും പോകണ്ടല്ലോ. ഒരു ഇതിൽ തന്നെ കയറിയാൽ നമുക്ക് മൊത്തത്തിൽ വാങ്ങിയിട്ട് ചുരിദാറായാലും അതുപോലെ തന്നെ കോട്ട് സെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങി രസമായിട്ട് ഇങ്ങനെ പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിൻ്റെ ഇതിലേക്കായിരുന്നു. നമ്മളവിടെ പോയപ്പോൾ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ദിലുവിനോട് പറഞ്ഞ ജിന്ന അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുക പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടി. കാരണം ഓനറിഞ്ഞ് നിങ്ങൾ ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് എന്തിനാ ഫോട്ടോ എടുക്കണമെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരാ, നമുക്ക് ഡ്രസ്സ് പോയി നോക്കാൻ. ഓനൊക്കെ എന്തെങ്കിലും പറ്റിയ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിൽ കയറിയിട്ടാ ഫുൾ ഏരിയ അരിച്ച് പെറുക്കി ഗൈസ്. നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ മാക്സിൻ്റെ ഒക്കെ കമ്പനി ആകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള ഡ്രസ്സാണ്. അതാവുമ്പം അത്യാവശ്യം റേറ്റ് വരുന്നൊരു മോഡലാണ്. അതും അല്ല, നല്ല കമ്പനി ഐറ്റംസാണ് കേട്ടോ. ഫ്രോക്കും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടണിലുള്ള നല്ല അടിപൊളി നൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ നോനൂക്ക് ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ ഫുള്ള് അരിച്ച് പെറുക്കിയിട്ട് നമുക്ക് എങ്ങനെ കിട്ടണം അതിനനുസരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ഏരിയയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിൻ്റെ കുറേ അങ്ങനെ ഓരോന്നിൻ്റെ റേറ്റാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. കോമ്പോയിൽ വരുന്ന ഓഫർ 2 വരുന്ന കുട്ടികളുടെ നല്ല ഡെനിമിൻ്റെ നല്ല അടിപൊളി ഫ്രോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടീഷർട്ടിനൊക്കെ 149, 179 നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ് വരുന്നത് കേട്ടോ. ഏതായാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതിലും ഇന്നെ പിക്ക് എടുത്തു കേട്ടോ, വീഡിയോ എടുത്തുനിന്ന്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി പാൻറ്റും
ടോപ്പും വരുന്ന സെറ്റുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം പോവാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈലൈറ്റ് മാളിലൊന്ന് കയറുക. അതുപോലെ തന്നെ നല്ല കളക്ഷൻസാണ്. നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് ഓരോ സാധനത്തിനെ പറ്റി മനസ്സിലാക്കാനും അതുപോലെ തന്നെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന നല്ല ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇതിലറിയാം നിങ്ങൾ ഇത് നോക്കി, ബാഗ് നോക്കി, ഞാനൊന്ന് വീഡിയോ എടുക്കുക. ബാഗ് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് വരുന്നുണ്ട്. കോളേജിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസാണ്. നല്ല അടിപൊളി മോഡൽസാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നൂനൂക്ക് ഇത് വാങ്ങാമെന്ന് പറഞ്ഞാണ് ഓനെടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് നോക്കിയപ്പം ഗൈസ് 799 ഗൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പോയായിരുന്നു ഇതൊന്നും വാങ്ങണ്ട, ഇത്ര വിലയുള്ളതൊന്നും നോക്ക് വാങ്ങി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഇതിലും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഓനെല്ലാത്തിൻ്റെ റേറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷൂ ആയാലും നല്ല റബ്ബറിൻ്റെ ഷൂ വരുന്നുണ്ട്. അതുപോലെ നല്ല ലെതറിൻ്റെ ഷൂ വരുന്നുണ്ട്. പിന്നെ ടോപ്പും കാര്യങ്ങളും 3 പീസും കാര്യങ്ങളും ഷോള് അതുപോലെ തന്നെ എല്ലാം കോഡ് സെറ്റ് ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. നമ്മളെ ലോക്കൽ സാധനമല്ല. 699 799 ആ റേറ്റ് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി കോഡ് സെറ്റ് ഞാൻ പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള. പിന്നെ ഈ ചേച്ചി ഉണ്ടല്ലോ, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മളെ വാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. മൂപ്പരാളെ അതിന് വീഡിയോ എടുക്കുകയാണോ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് അറിയില്ല. അപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിനുവിനോട് പറയാണ് ഇതിലേക്ക് നോക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഏരിയ പോയിട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല ടോപ്പ് ആൻഡ് ചുരിദാർ ആൻഡ് ടോപ്പ് വരുന്ന മോഡൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഗൈസ്. ഞാൻ നൂനുമോക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിലൊക്കെ നല്ല കളക്ഷൻസാണ്. 2 പീസിൻ്റെ കളക്ഷൻസ് തന്നെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അത്യാവശ്യം റേറ്റ് വരുന്നതുകൊണ്ട് ഏകദേശം 699 799 ആ റേറ്റിലാണ് വരുന്നത്. 800 അങ്ങനെ ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ക്ലോത്താണ്. നല്ല ക്വാളിറ്റിയുള്ള റയോൺ മെറ്റീരിയൽ, റയോൺ കോട്ടണും മിക്സ് ചെയ്തിട്ടുള്ള ക്ലോത്ത്. അപ്പോൾ ഇതെടുത്ത് നോക്കിയിട്ട് വിരിച്ച് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളി. ഇത് കോഡ് സെറ്റാട്ടോ. പാൻറ്റ് ആൻഡ് ടോപ്പ് വരുന്ന സെറ്റാണ്. ഒക്കെ വേണമെന്നുള്ളവർക്ക് പോയി വാങ്ങിച്ചോളി. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ദിവസം മോഡൽ മാറുന്നത് നമ്മൾക്ക് പോയപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ ബാംഗിൾസിലായാലും അടിപൊളി എന്താ പറയുക ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾക്ക് പറ്റിയ നല്ല ടെഡി ബിയർ ആൻഡ് പലതുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഓരോ ഏരിയ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസില്, നമ്മളെ ഡയറിയും കാര്യങ്ങളും റെക്കോർഡും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നമ്മൾ നോക്കി പരിചയപ്പെട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിൽ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ കോഴിക്കോട് പോവുകയാണെന്നുണ്ടെങ്കിലോ നമുക്കൊരു സ്ഥലത്ത് കൂടെ പോയാലും മറ്റേ സ്ഥലത്ത് കൂടെ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അത്രയും തിരക്കുള്ള സ്ഥലമാണ് കോഴിക്കോട്. പിന്നെ നമുക്ക് ഇവിടെ ആകുമ്പം ഡെയിലി നമുക്ക് കയറി ഇറങ്ങാം. ചെമ്മാട് ഒന്ന് പോകുമ്പോൾ ഒന്ന് കയറാം, അങ്ങനെയൊക്കെ പറ്റും. നമുക്ക് അധികം പൈസ കൊടുത്ത് കയറി പോകേണ്ട ആവശ്യമില്ല ഇവിടെ ചെമ്മാടാവുമ്പോൾ. അതിനൊക്കെ നല്ല ഉപകാരമാണ്. കോഴിക്കോടാകുമ്പോൾ നമുക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് കൂടെ പോയി മറ്റേ സ്ഥലത്ത് കൂടെ എങ്ങനെ വരികയെന്ന് അത് അറിയും. പക്ഷെ നമുക്കൊന്ന് ശീലമാവണം. എന്നാലും നമുക്ക് പിന്നെ ഡെയിലി നമുക്ക് പോയി ശീലമായാൽ പിന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ നേരെ നന്ന മുകളിൽ ഫുഡിൻ്റെ ഏരിയക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നോട്. ഫുഡ് കഴിക്കുക. പക്ഷേ നമ്മൾ ഫുള്ള് എവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കിയിട്ട് നമ്മളിങ്ങനെ കറങ്ങി വരികയായിരുന്നു. എനിക്ക് ഭയങ്കര ധൃതി ഇത് കണ്ടിട്ട് കഴിക്കാഞ്ഞിട്ടാ. നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഏരിയയും എന്തൊക്കെ സാധനമാണുള്ളത്, ഓരോ ഏരിയയിലും എന്തൊക്കെയാണ് ഉള്ളത്, ഓരോ സെക്ഷനായിട്ടാണ് അവിടെ ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പാർട്ടിലും ഇപ്പോൾ ഒരു ഇതിൽ ചായയും അങ്ങനത്തെ ബിസ്ക്കറ്റ്, ബെന്ന് അങ്ങനത്തെ സാധനങ്ങൾ, മറ്റേതിൽ സാൻഡ്വിച്ച് മറ്റേ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ഐറ്റംസാണ് വരുന്നത്. ഒന്നിൽ ഫുഡും നാടൻ ഫുഡുകൾ, ചോറ് അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരെ ചുറ്റിക്കറങ്ങി നമ്മൾ പുറത്തേക്ക് മുകളിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്ന അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പാലം കടന്നിട്ടാണ് വരുന്നത്. ആ പുഴയാണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കി നല്ല വ്യൂ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ്
ഇവിടുന്ന് കുറച്ച് പിക്കും കാര്യങ്ങളും എനിക്ക് ധൃതി പിക്കും വീഡിയോസും കാര്യങ്ങളൊന്നും ശരിക്കും എനിക്ക് എടുത്തു തരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒപ്പിച്ച് കൂട്ടിയിട്ടുള്ള തട്ടിമുട്ടൽ വീഡിയോ ആണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓരോ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് വീഡിയോസ് ഞാൻ വിടും ഇൻഷാ അല്ലാഹ്. ഈ അബായിൻ്റെ വീഡിയോ ചെയ്ത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ വാക്കുകളാണ് വായിൽ കിട്ടുന്നത്. പിന്നെ ഓനക്ക് ഇവിടുന്ന് എന്താണ് മസ്കാബിനൊക്കെ കണ്ടപ്പം അതൊക്കെ നല്ല കുടിക്കാം, ഇറാനി ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ലാസ്റ്റൊക്കെയാണ് ഇറാനി ടീ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോഡർ ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പല നോഡർ ഫ്രൈസും ഉണ്ട് കേട്ടോ. അവിടെ വെജിറ്റേറിയൻ ഫുഡാണ് വരുന്നത്, നമ്മൾ നാടൻ ഭക്ഷണമാണ് വരുന്നത്. പലയിടത്തും പല ഐറ്റംസാണ്. നമ്മൾ ഓരോ ഇതിന് പോയിട്ട് ഓരോന്നും നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അത് പോയിട്ട് വാങ്ങിക്കലാണ് കേട്ടോ. ഇപ്പം എന്താ അറിയില്ല, വീഡിയോ ഇത് ഒരു ഇതില്ല, ഹാങ് ആയിട്ടാണ്, ഫോൺ ഹാങ് ആയിട്ടാണ്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇതിലുണ്ടായതുകൊണ്ട് ഫുള്ള് ഹാങ്ങാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കളിക്കണ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. നമ്മളെത്ര പൈസ പേയ്മെൻറ്റ് ചെയ്താലും നമുക്കതിൽ കയറാം. അതിന് ഫുൾ ഞാനും എന്നെ കയറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ നിനൂനുമോളും ഷാനുവിനും ഒന്നും കൊണ്ടുപോകാതെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് സുഖമല്ല. പിന്നെ ഞാൻ വെറുതെ ഒന്ന് പോയിട്ട് ഭയങ്കരമായൊരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ മാറ്റാനും വേണ്ടിയിട്ട് എല്ലാം അവിടെ നിന്ന് കയറി. പിന്നെ നൂനുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടുന്ന് ഒക്കെ ഡ്രസ്സും വാങ്ങിക്കാച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനത് ശരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആക്കല്ല, വെറുതെ ഓനാക്കി കൂട്ടുകയാണ്. അത് ഓണാക്കിയിട്ടൊന്നുമില്ല, ഓരോന്നിലും കയറുന്നുണ്ട്. നമ്മൾ 120 രൂപ തോന്നണം അവിടെ അടുക്കേണ്ടത്. അത് അടിച്ച് നമുക്ക് കളിക്കാം. പക്ഷേ ഞാൻ ബെൻക്കായിട്ട് ഇങ്ങനെ കളിപ്പിക്കണ്ട വിചാരിച്ചിന്, വേറെയും മറ്റോരും ഇല്ല. അപ്പോൾ മറ്റവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ടാണ് അവനോട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി വരുമ്പോൾ പിന്നെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഒരു കൂട്ടർക്ക് 120 രൂപയാണ്. ഈ 120 രൂപ എടുത്ത് ഒന്നായിട്ട് കയറാൻ തോന്നണം, എന്താ അറിയില്ല. അത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ ആയിട്ട് പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോയാൽ മതി. നമ്മൾ ചമ്മാട്ടങ്ങാടി തന്നെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണവർക്ക് ഫുഡ് കഴിക്കാം, മക്കൾക്ക് കളിക്കാൻ അവിടെ സമയം കൊടുക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ അവനോട് പറഞ്ഞ് വേഗം പോരും, നമുക്ക് പോവാറുണ്ട്. അങ്ങനെ തരുന്ന അവർ ചൂടാവണുണ്ട് കളിക്കാൻ കൊടുക്കാഞ്ഞിട്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെ തന്നെ അല്ലേ. കുറേ മക്കൾസ് ഉണ്ട് ഇതുപോലെ ഓനെ പോലെ അവിടെ വന്നിട്ട് ഓരോന്ന് കാട്ടി കൂട്ടണം. പിന്നെ നമ്മളിതാ നോഡർ ഫ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ലോഡർ ഫ്രൈസാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മളത് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അവിടെ നിന്ന് ഒരു കൂപ്പണും തരും. കൂപ്പണല്ല, ഒരു റിമോട്ട് തരും. ഈ റിമോട്ട് അവിടെ നിന്ന് സൗണ്ട് വരുമ്പോൾ നമുക്ക് ഫുഡ് റെഡി ആയിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അത് പോയിട്ട് എടുത്ത് കൊണ്ടുവരണം കേട്ടോ നമ്മൾ. അപ്പോൾ അലാരം അടിച്ചിട്ടുണ്ട്, അലാരം അടിച്ചതിൽ പോയി ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ കണ്ടിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ മുകളിൽ മാത്രം ചിക്കൻ, അടിഭാഗത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓല അറിഞ്ഞ് നല്ല ഇതുണ്ടെന്ന് പറഞ്ഞു, എന്ത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കത്ര തൃപ്തിയായിട്ടില്ല. ഞാൻ കുറച്ച് കഴിച്ച് പിന്നെ ദിലുവിന് കൊടുത്തു കേട്ടോ. ദിലുവിന് കൊടുത്തു, എനിക്കത്ര തൃപ്തി വന്നിട്ടില്ലത്. പിന്നെ ഞാനൊരു വേങ്ങരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, ഇതിനോടത്ര എനിക്ക് താല്പര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കഴിച്ച് ബാക്കി ഞാൻ അവനക്ക് മുകൾ ഭാഗത്തു നിന്ന് കുറച്ചൊക്കെ ചിക്കനൊക്കെ ഉള്ള പീസ് എടുത്തിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ അവനോട് അറിഞ്ഞ് നമുക്ക് ഇറാനി ചായ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരെ. അപ്പോൾ ഒരു ഇറാനി ചായ ഒരു ചായക്ക് വരുന്നത് 30 രൂപ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ 2 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നൊന്ന് വീഡിയോ എടുക്കുമായിരുന്നു, അവനോട് പറഞ്ഞതാണ്. അപ്പോൾ ഓൻ ഇറങ്ങണില്ല, ഓൻ ഇന്നൊന്ന് വീഡിയോ എടുത്ത് തന്നെ. ഇതൊക്കെ തന്നെയല്ല നമ്മളൊരു സന്തോഷം. ആ ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ വാച്ച് ചെയ്യുന്ന ആ നടക്കുന്ന ചേച്ചി എപ്പോഴും ഇതുപോലെ തന്നെ 2-3 തവണ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് ഈ വീഡിയോ നിർത്തിക്കള, ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം നമ്മൾ വലിയ യൂട്യൂബർമാരൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം സമയമായതുകൊണ്ട് നമുക്ക് ബാത്റൂമിൽ പോയിട്ട് വരാറുണ്ട്. അങ്ങനെ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ ടോയ്ലറ്റ് പോകുന്നിടത്തൊക്കെ ആൾക്കാരുണ്ട്, അവിടെ ഉള്ള ആളുകൾ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് സമയം മുടക്കി അവിടെ പോയി നിൽക്കാം. ഈ ദൂര യാത്രകളൊക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ ചെമ്മാട്ടങ്ങാടി തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് ചുറ്റിക്കറങ്ങി പോരാന്ന്. പിന്നെ കുട്ടികൾക്കുള്ള വണ്ടി ഡ്രൈവ്
ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക എനിക്കറിയില്ല. പിന്നെ ഓനിതാ ഫിഫ വേൾഡ് കപ്പ് മെസ്സി ജയിക്കുന്ന കണ്ണിനൊരു പിക്ക് എടുത്തിരുന്നാണ് നന്ന്. പിന്നെ അവനക്ക് കുറവിട്ട ആൾക്കാർ നോക്കിയപ്പോൾ അതിൽ ഇടുക്കി പറയാണ്. എന്തൊക്കെയോ അക്ഷം പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതിന് മൈൻഡ് ആക്കിയില്ല ഗൈസ്. വെള്ളം കുപ്പി ഞാൻ അവനോട് പറഞ്ഞതാണ്, ഇന്നെടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വീഡിയോനും. എന്തായാലും വേണ്ടിയില്ല, ഇങ്ങനൊരു വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് അവിടെ നിന്ന് വിട ചൊല്ലി ഗൈസ്. വിട ചൊല്ലി ഞങ്ങൾ ലാസ്റ്റ് എടുത്ത ഡ്രസ്സാണ്. എനിക്ക് ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്കൊരു മേച്ചില്ലായിരുന്നു. ഇത് നോക്കിയപ്പം ഇതും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഗൈസ്. എനിക്കിഷ്ടമായില്ല. ലാസ്റ്റ് നമ്മൾ ന്യൂനുമോക്ക് മാത്രം എടുത്തിട്ട് ബില്ലാക്കിയിട്ട് പോന്നു കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ടീഷർട്ടുകളാണ്. അങ്ങനെ ന്യൂനൂക്ക് എടുത്ത ഡ്രസ്സാണ് അത് കേട്ടോ. 2 കൂട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഡ്രസ്സ് തന്നെയാണ്. 2 തവണ നമുക്ക് എടുത്തിട്ട് പിന്നെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസാണ്. ഓക്കെ, അപ്പം നമ്മളിതൊക്കെ എടുത്ത് വീട്ടിലേക്ക് യാത്രയായി. ഓക്കെ ഗൈസ്, ഞാനും ഓനും മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ നമ്മളിതാ ഓട്ടോ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ അവിടെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് തന്നെ ഒരു ഓട്ടോ അല്ല, ഓട്ടോ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് നമ്മളിതാ 16 അവിടെ നമ്മൾ റംബുട്ടാൻ വേണമെന്ന് പറഞ്ഞാൽ റംബുട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോൻ്റെ മുകളിൽ റംബുട്ടാൻ വാങ്ങിച്ച്. 1 കിലോന് 200 രൂപയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബുട്ടാൻ. അങ്ങനെ അതും വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയുള്ള വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.